ഹലോ, വെൽക്കം ടു ലെസി ഗെയിമർ. നമുക്കിന്ന് ഹൈ ഗ്രാഫിക്സിൽ രണ്ട് ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഗെയിമാണ് മോഡേൺ വാർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഗെയിം. ഞാനിത് കുറേ നാൾ മുമ്പൊന്ന് കളിച്ച് വെച്ചിട്ടുള്ള ഗെയിമാണ്, പക്ഷേ ഇപ്പോൾ കുറേ ആയി കളിച്ചിട്ട്. ഒന്ന് കളിച്ച് നോക്കാം. അതിൽ ബേസിക്കലി നമ്മുടെ എന്താ പറയുക, ഒരു പബ്ജി പോലത്തെ തന്നെ ഒരു ഫൈറ്റിംഗ് ഗെയിമാണ്. അപ്പോൾ അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫൈറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷിപ്പാണ്. അപ്പോൾ ഷിപ്പുകൾ വെച്ചിട്ടുള്ള ഒരു വാർഷിപ്പ് പരിപാടിയാണ് നമ്മൾ നോക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഷിപ്പ്. അപ്പോൾ അതിനകത്ത് TDM മാത്രമേ എനിക്ക് ഓണായിട്ടുള്ളൂ, വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ TDM നമുക്കത് കളിച്ചു നോക്കാം. ജസ്റ്റ് 1-2 വട്ടം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഗ്രാഫിക്സൊക്കെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര സമയം അധികം ഇല്ലാത്തതുകൊണ്ട് കളിക്കാറില്ല. നമ്മൾ TDM ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. നമ്മുടെ സാധാരണ ഗെയിം കൊണ്ടല്ല, കുറച്ച് പാടായി കളിക്കാം. എനിക്ക് കൺട്രോൾ വെച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവർക്കുള്ള പറ്റി എനിക്കറിയില്ല. എനിക്ക് കൺട്രോൾസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. എന്തായാലും 7 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10 പേര് 8ആയി, 9ആയി, 10. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നോക്കാം. Okay guys, let's start. ഇങ്ങോട്ട് പോയാൽ ആരോ ഇങ്ങോട്ടാകോട്ടെ. ലെഫ്റ്റിൽ ആരോ വെച്ചിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് നീക്കുകയും റൈറ്റിൽ ലെഫ്റ്റിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ. റൈറ്റിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്യാമറ മാറും. പിന്നെ അതുപോലെ ഈ റൈറ്റിലെ കണ്ട ലോഞ്ചറും ബൈനോക്കുലറും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വേറെ കയറ്റാം. അതുപോലെ നമുക്ക് ഗെയിം കളിക്കുന്നവരും വേറെ ഷിപ്പൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കളിക്കാം. ചിലപ്പോൾ ഈ TDMൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്നതിൻ്റെ ഷിപ്പ് വലുതാണെങ്കിൽ അത് ഒറ്റയടിക്കുമ്പോൾ തലഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചത്. ഇനി നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിയൊക്കെ വെച്ച് നമുക്ക് പോവാം. ഇതിനകത്ത് എവിടോട്ട് പോയാലാണ് ഇനി വരുന്നതെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറന്നുപോയി. എന്തായാലും നോക്കട്ടെ, റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലൊന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അവരുടെ എനിമീസ് നമ്മുടെ ഒരാൾ തീർന്നെന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ 4 പേരോ 5 പേരോ ഇപ്പോൾ ഉള്ളത്. തുടക്കത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നാക്കിൽ ആ റൈൽ നോക്കേണ്ട ഒരാൾ. എന്തൊരു കഷ്ടമാണ്. എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. ചേട്ടാ ആരും ഇല്ലേ? മാപ്പിനകത്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഓണ്ടടി നടക്കുന്നു. ഇങ്ങോട്ട് ചേട്ടാ കുത്തുന്നല്ല, ഒന്നും പോകുന്നില്ല. ഇതിനകത്തൊന്നും മിസൈൽ പോയിട്ടുണ്ട്. ഒരെണ്ണം അങ്ങോട്ടോട്ട്. എൻ്റെ പൊന്നോ, ഇതെന്താ മഴയാ? എൻ്റെ ലോഞ്ചർ വെച്ചിട്ട് അടിച്ചിട്ട് നോക്കില്ല. എവിടെ നിന്നാണ് പോകാൻ്റെ പൊന്നോ, എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? പകുതി അടിച്ചു, 2 സൈഡിൽ നിന്ന് ശരിക്കും. എങ്ങോട്ട് പോകും? പുറകോട്ടും പോകുന്നില്ല. എനിക്ക് തീയണി കൊലഞ്ഞെന്ന് തോന്നാണ്ട്. അയ്യോ, കളിക്കാൻ പറ്റുന്നില്ല. എല്ലാ സൈഡിൽ നിന്ന് കിട്ടി. ആ കരുത്തിരുന്നു. ഇതെന്തായാലും ചത്തടോ വിടറോ വയ്യ. ഇതിന് കളിച്ചോണ്ടിരിക്കാൻ വയ്യ. വേറെ നമുക്ക് നോക്കാം. കൊൽക്കത്തന നല്ല അന്തസ്സായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ഒരു ഗെയിമാണ്. ഇത് ഞാൻ കുറച്ച് ആൾക്ക് മുമ്പ് തന്നെ കളിച്ച് നിർത്തിയതാണ്. അപ്ഡേറ്റ് ഉണ്ടോ? അപ്ഡേറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്ഡേറ്റ് കഴിഞ്ഞു. ഇത് മിക്ക ആൾക്കാരും കളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വാർ റോബോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം. മറ്റിനകത്ത് ബാറ്റിൽ ഷിപ്പ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് റോബോട്ടുകളെ വെച്ചിട്ടുള്ള TDM മാച്ച്, അത്രയുള്ള വ്യത്യാസം. പക്ഷേ മറ്റേതിനെ സംബന്ധിച്ച് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് സിമ്പിളാണെന്ന് തോന്നുന്നത്. കാര്യം മറ്റേത് ബാറ്റിൽ ഷിപ്പ് കൺട്രോളിങ് എനിക്ക് ബേസിക്കലി കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് വെടിവെല്ലാം എങ്ങോട്ട് പോകണം അതിതെന്ന് പിന്നെ അവിടെ മറ്റേ പ്ലെയർ റൂട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത് വലിയ പാടില്ല. അപ്പോൾ അത് ഞാൻ പണ്ട് കുറേ
കുറച്ച് നാൾ കളിച്ചതാണ്. ഒന്നുകൂടെ എടുത്ത് കളിച്ച് നോക്കുമ്പോൾ യൂട്യൂബിലൂടെ കാണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രീതികളൊക്കെ മറന്നതിപ്പം. അപ്പം നമുക്ക് 3 വാർ റോബോട്ട്സാണ് ഇപ്പോൾ ഉള്ളത്. ഒരാൾക്ക് 4 വരെ കൊണ്ടുപോയെടുത്തിട്ട് എന്നിട്ട് നമ്മളെന്താ നമ്മുടെ ഇത് കളിക്കില്ല, ഡോമിനേഷൻ കളിക്കില്ല. ഡോമിനേഷൻ കളിക്കുന്ന പോലെ ഓരോ ഏരിയ പിടിച്ച് വെക്കണം, അത്ര ഉള്ളു കാര്യം. അപ്പോൾ അതാണ് സംഭവം. ഈ ഗെയിമിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഗെയിം ഓൾറെഡി അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഗെയിമിനകത്തോട്ട് നമ്മൾ കയറിയത്. അപ്പം ബാക്കി ഗെയിമിലാണ് നമ്മൾ കളിക്കുന്നത്. മൊത്തം അതിൽ കളിക്കുന്നു. ഇത് കുറച്ചുകൂടെ ബേസിക്കലി കുറച്ചുകൂടെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൺട്രോൾ ചെയ്യാൻ ഈസിയായി പറ്റുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ മോറോവർ എനിക്ക് ജയിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് എനിക്ക് തോന്നുമല്ലോ. ഇതിനകത്തൊക്കെ പ്രധാന പ്രശ്നം, ഇതിനകത്ത് ഒരുപാട് ദൂരെ നിന്നൊക്കെ എനിമികൾ അടിക്കുന്നുണ്ട്. ആരും ഒന്നും വ്യക്തമാകത്തില്ല. എനിക്കിടാ വലിയ പ്രശ്നമല്ല. അന്തമുള്ള നേർക്ക് നേരെ നോക്കിയില്ല. അപ്പോൾ അവളോടാ അവൻ്റെ കളി. ഇത് പറന്ന് വാളും പിരിച്ചിട്ട് വരുന്നുണ്ട്. എങ്ങനെ പറക്കുന്നുണ്ടോ? പറക്കാൻ ആ രീതിയിലത്തെ റോബോട്ടിനെ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മളതിനെ ബിൽഡ് ചെയ്തെടുക്കണം. അല്ലാതെ നമ്മുടെ എൻ്റെ ഇരിക്കുന്ന ഈ റോബോട്ട് നടക്കത്തേ ഉള്ളൂ, ജമ്പ് ചെയ്യത്തൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഓപ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. അത് എന്തുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും ഒരിടത്ത് ഇവിടെ എന്താ മയിലാണ്. സിനിമയ്ക്കത്തിലെ പാണ്ടിപ്പടയ്ക്കകത്ത് മയിലിൻ്റെ വേഷത്തിട്ട് പറക്കല്ല, അതുപോലുണ്ട്. ഒരിടത്ത് നിൽക്കണം, എന്തായാലും നിന്നെ ഞാൻ കൊല്ലും. എന്നാൽ പിന്നെ അവിടെ നിന്നങ്ങ് എത്തി എന്നാൽ പറയാം. ചേട്ടാ ഇങ്ങോട്ടെടുത്ത് അമ്മമാരുടെ 3 സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ പൊട്ടപ്പേ എത്താം. അവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്ഥലം നമ്മൾ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അമ്മമാർ പിടിച്ചിരിക്കുന്നതല്ല. പക്ഷേ നമ്മൾ കളിയിൽ നിന്ന് ജയിക്കുന്നത് അമ്മമാരിലും ചാവും. അതാണ് പിടിക്കേണ്ട കാര്യം. ഹാങ് ആയി നിൽക്കുമല്ലോ. എന്നൊരു സ്ഥലം കൂടെ പിടിച്ചേക്കാം. എന്നിട്ട് വന്നാൽ ഇടയ്ക്കൊക്കെ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവനൂടെ ഉള്ളു. അനങ്ങുന്നുണ്ടല്ലോ. എൻ്റെ കൈ വരെ വെടിവെച്ച് ഊരിയൊന്നും കേട്ടോ. പുകയൊക്കെ വരുന്നുണ്ട്. കൈ എല്ലോണം കത്തി മാത്രമേ ഉള്ളൂ വരും. അപ്പോൾ ഇന്ന് ഇത്രയും ഈ 2 ഗെയിം കൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. അടുത്ത ദിവസം ഞാൻ വേറെ 2 ഗെയിമുണ്ട്, ഹൈ ഗ്രാഫിക്സ് ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് വരാം. എൻ്റെ ഗെയിം പ്ലേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ വലുതായിട്ട് അറിയത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജയിക്കുമോ നോക്കുമോ എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.